വിദേശ ടെക് പ്ലാറ്റ്ഫോമുകളിന്മേലുള്ള ആശ്രയം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി റഷ്യൻ സർക്കാർ പുതിയ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ രാജ്യത്ത് വിൽക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും സർക്കാർ പിന്തുണയുള്ള മാക്സ് മെസ്സഞ്ചർ ആപ്പ് നിർബന്ധമായും മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിട്ടു. മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും ഉൾപ്പെടെ എല്ലാ ഗാഡ്ജറ്റുകളിലും ഈ ആപ്പ് നിർബന്ധമാക്കുമെന്ന് സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു. യുക്രൈനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ ആശയവിനിമയങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ നിർണായക തീരുമാനം. മാക്സ് മെസ്സഞ്ചർ ആപ്പിനെ ഒരു ദേശീയ മെസ്സഞ്ചർ ആയിട്ടാണ് റഷ്യൻ സർക്കാർ കാണുന്നത്. റഷ്യയുടെ ഡിജിറ്റൽ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമായ റോസസ്ലുഗിയുമായി ഇത് സംയോജിപ്പിക്കും. വിദേശ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രാജ്യത്തെ നിയമങ്ങളുമായി സഹകരിക്കുന്നില്ലെന്ന് റഷ്യൻ അധികൃതർ ആരോപിക്കുന്നു. തീവ്രവാദ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമുകൾ ആവശ്യമായ വിവരങ്ങൾ നൽകുന്നില്ല എന്നാണ് പ്രധാന പരാതി. ഈ സാഹചര്യത്തിൽ വാട്സപ്പിനും ടെലിഗ്രാമിനും നേരത്തെ തന്നെ റഷ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിദേശ ടെക് കമ്പനികളെ ആശ്രയിക്കാതെ ആഭ്യന്തരമായി വികസിപ്പിച്ച പ്ലാറ്റ്ഫോമുകൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യം. വിദേശ മെസ്സഞ്ചർ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സുരക്ഷിതമല്ല എന്നാണ് റഷ്യയുടെ വാദം. മാക്സ് മെസ്സഞ്ചറിലൂടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുമെന്നും സർക്കാർ കരുതുന്നു. രാജ്യത്തെ ജനങ്ങളുടെ ഡാറ്റ വിദേശ സെർവറുകളിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുവാൻ ഈ നീക്കം സഹായിക്കും. നിലവിൽ റഷ്യയിലെ ഏറ്റവും പ്രചാരമുള്ള ആശയവിനിമയ പ്ലാറ്റ്ഫോമുകളാണ് വാട്സപ്പും ടെലഗ്രാമും. 97.3 ദശലക്ഷം റഷ്യക്കാർ വാട്സപ്പും 90.8 ദശലക്ഷം പേർ ടെലഗ്രാമും ഉപയോഗിക്കുന്നുണ്ട്. സർക്കാർ നിയന്ത്രണത്തിലുള്ള VK കമ്പനിയാണ് മാക്സ് മെസ്സഞ്ചർ വികസിപ്പിച്ചത്. കഴിഞ്ഞ മാർച്ചിലാണ് ഇത് പുറത്തിറക്കിയത്. 18 ദശലക്ഷം ഡൗൺലോഡുകൾ ഈ ആപ്പിന് നിലവിൽ ലഭിച്ചുവെങ്കിലും ഭൂരിഭാഗവും പരീക്ഷണ ഘട്ടത്തിലാണ്. അതേസമയം ഈ നീക്കത്തിനെതിരെ ശക്തമായ വിമർശനവും ഉയർന്നിട്ടുണ്ട്. മാക്സ് മെസ്സഞ്ചർ ഒരു ചാര ആപ്ലിക്കേഷൻ ആണ് എന്നും ഉപയോക്താക്കളെ നിരീക്ഷിക്കുവാൻ സർക്കാരിനെ ഇത് സഹായിക്കുമെന്നും വിമർശകർ വാദിക്കുന്നു. എന്നാൽ ഈ ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് റഷ്യൻ അധികൃതർ പറയുന്നു. വിദേശ മെസ്സഞ്ചർ ആപ്പുകളേക്കാൾ കുറഞ്ഞ വിവരങ്ങൾ മാത്രമേ മാക്സ് ആപ്പ് ആവശ്യപ്പെടുന്നുള്ളൂ എന്നാണ് റഷ്യൻ ഭരണകൂടത്തിന്റെ വിശദീകരണം. വെബ് ഡെസ്ക് തത്വമയി TV.